പത്തിന്റെ വാർത്ത വിശദമായി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തീ കെടുത്തിയാലും ഏതാനും ദിവസങ്ങൾ പുക അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമെന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയുണ്ട്. സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. അതേസമയം ബ്രഹ്മപുരത്തേക്ക് മാലിന്യവുമായി എത്തിയ വണ്ടികൾ നാട്ടുകാർ തടഞ്ഞു. ബ്രഹ്മപുരത്തെ തീയണയുമ്പോഴും ആശങ്കകൾ ബാക്കിയാകുകയാണ്. അന്തരീക്ഷ മലിനീകരണം ഉയർത്തുന്ന വെല്ലുവിളികൾ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുണ്ട്. ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക കൊച്ചി നഗരത്തിലേക്ക് കൂടി വ്യാപിച്ച സാഹചര്യത്തിൽ വ്യവസായ മന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. തീപിടുത്തം നിയന്ത്രണ വിധേയമായതായി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച മന്ത്രി പി രാജീവ് പറഞ്ഞു. ഇപ്പോൾ തീ പൊതുവെ നിയന്ത്രണ വിധേയമാണ്. എല്ലാ സൗകര്യങ്ങളും ഫയർഫോഴ്സിന് അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പുറത്തിറങ്ങരുതെന്നും മറ്റുള്ളവർക്ക് മാസ്ക് ധരിച്ച് ഇറങ്ങാമെന്നുമാണ് നിർദ്ദേശം. ബ്രഹ്മപുരത്ത് 2 ഓക്സിജൻ പാർലറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ക്രമീകരണങ്ങൾ ജില്ലയിലെ പ്രധാന ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി 100 ബെഡ് ഇതിനായി പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. GH എറണാകുളത്ത് 100 ബെഡ് വേർതിരിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ 20 ബെഡ് വേർതിരിച്ചിട്ടുണ്ട്. വിഷപ്പുകയുടെ പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. വടവുകോട്, പുത്തൻകുരിശ്, കിഴക്കമ്പലം, കുന്നത്തുനാട് ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ തൃക്കാക്കര, തൃപ്പൂണിത്തുറ, മരട് മുനിസിപ്പാലിറ്റികൾ, കൊച്ചി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. നഗരത്തിലെ മാലിന്യ നീക്കത്തിന് താൽക്കാലിക നടപടി തുടങ്ങാൻ യോഗം നിർദ്ദേശം നൽകിയെങ്കിലും മാലിന്യവുമായി എത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പ്ലാന്റിലെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാതെ മാലിന്യ നിക്ഷേപത്തിന് അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരം വിഷപ്പുകയുടെ പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ചതിൽ എറണാകുളം കളക്ടറോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് നഗരവാസികൾ. 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം അവധി പ്രഖ്യാപിച്ചതിലാണ് പരാതി. വിഷപ്പുക എല്ലാവരെയും ബാധിക്കുന്നതല്ലേയെന്നും പരീക്ഷാക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ടേയെന്നുമാണ് FB പേജിലെ കമന്റുകൾ. മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷനെതിരെ പുതിയ ആരോപണവുമായി പ്രതിപക്ഷം. CPM നേതാവ് വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിക്ക് ചട്ടങ്ങൾ മറികടന്ന് മാലിന്യ സംസ്കരണാനുമതി നൽകിയെന്നാണ് മുൻ മേയർ ടോണി ചെമ്മണിയുടെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ മേയർ അനിൽകുമാർ നിഷേധിച്ചു. ന്യൂസ് 18 സൺഡേ ഡിബേറ്റിലായിരുന്നു ഇരുവരുടെയും ഏറ്റുമുട്ടൽ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കലങ്ങിമറിയുകയാണ് കൊച്ചിയിലെ രാഷ്ട്രീയവും. രാഷ്ട്രീയ താൽപര്യം പരിഗണിച്ച് യോഗ്യതയില്ലാത്ത കമ്പനിക്ക് മാലിന്യ സംസ്കരണത്തിന് കരാർ നൽകി. സോറ്റ ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് വേണ്ടത്ര മുൻപരിചയമില്ല. CPM നേതാവ് വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനിയാണിതെന്ന് മുൻ മേയർ ടോണി ചെമ്മണി. ഇവിടെ വന്നിട്ടുള്ളത് CPMന്റെ സമുന്നതനായ നേതാവ് വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവ് രാജ്കുമാർ ചെല്ലപ്പന്റെ കമ്പനിയാണ്. അവർക്ക് 8.5 കോടി രൂപ തിരുനെൽവേലി കോർപ്പറേഷനിൽ സയന്റിഫിക് ക്ലോഷർ എന്ന വേറൊരു മെത്തേഡുണ്ട്. അത് പ്രകാരം മാലിന്യ സംസ്കരണം നടത്തിയ സർട്ടിഫിക്കറ്റാണ്. അവർക്ക് ബയോമൈനിങ്ങിൽ മുൻപരിചയമില്ല. ഈ ടെൻഡർ വ്യവസ്ഥകളുടെ യോഗ്യതയായ മിനിമം 10 കോടി എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ഇങ്ങനെ പ്രമുഖനായ നേതാവിന്റെ മരുമകൻ എന്ന നിലയിൽ CPMന്റെ താല്പര്യം അവർക്ക് വഴിവിട്ട് കരാർ കൊടുത്തു. ആരോപണങ്ങൾ മേയർ അനിൽകുമാർ നിഷേധിച്ചു. തീപിടുത്തത്തിൽ അട്ടിമറി ആരോപിച്ച് ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിലാണ് മേയറും മുൻ മേയറും പരസ്പരം കൊമ്പുകോർത്തത്. എനിക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല. ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണം, സുതാര്യമാകണം. ഫണ്ട് അനാവശ്യമായി ചെലവഴിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണം. ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആ കമ്പനിക്ക് തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകൾ കുറച്ചുണ്ട്, ഞങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കോർപ്പറേഷൻ സഹകരിക്കും. തീപിടുത്തത്തിൽ അട്ടിമറി ആരോപിച്ച് ആദ്യം രംഗത്ത് വന്നത് CPI ആണ്. CPIക്ക് മറുപടിയില്ലെന്ന ഒറ്റവാക്കിൽ വിവാദം മേയർ ഒതുക്കിയെങ്കിലും പ്രതിപക്ഷം വിവാദം ആളിക്കത്തിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ചെങ്ങന്നൂരിൽ CPM പ്രവർത്തകരുടെ കൂട്ടരാജിയിലേക്ക് നയിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. SDPI നേതാവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തുല്യ പങ്കാളിത്തത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനും ആലപ്പുഴയിലെ ഉന്നത CPM നേതാക്കളും ചേർന്നാണ്. നേതാക്കന്മാരും SDPI നേതാവ് ഷീദ് മുഹമ്മദും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അതേസമയം തനിക്ക് ഇങ്ങനെയൊരു സ്ഥാപനം ഇല്ല എന്നാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം.
ഇപ്പോൾ രാജി കൊടുത്തെന്ന് പറയുന്നതിലുള്ള ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് സ്കൂട്ടണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാജി കൊടുത്തതിന് ശേഷം അവരിൽ പലരും സ്കൂട്ടണി കമ്മിറ്റിയിൽ പങ്കെടുത്ത് മെമ്പർഷിപ്പ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. നിങ്ങൾക്ക് അതിന്റെ രേഖകളെല്ലാം പരിശോധിക്കാം. തനിക്ക് വിവാദങ്ങൾക്ക് കാരണമായ കേട്ടൗൺ കഫേ എന്ന സ്ഥാപനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം പൂർണ്ണമായും പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സംരംഭത്തിന്റെ ഉദ്ഘാടന ദിവസം ഷീദ് മുഹമ്മദ് തന്നെ ക്ഷണിച്ചിട്ടാണ് മന്ത്രി സജി ചെറിയാൻ, മുൻ MLA R രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം MH റഷീദ്, ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശികുമാർ എന്നീ പാർട്ടി നേതാക്കന്മാർ കേട്ടൗൺ കഫേയിൽ എത്തുന്നത്. സ്ഥാപനത്തിന്മേലുള്ള SDPI നേതാവ് അഷാദിന്റെ പങ്കാളിത്തം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പാർട്ടി നേതാക്കന്മാർക്കുള്ള ക്ഷണം. സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ LC സെക്രട്ടറി ഷീദ് മുഹമ്മദിനും മന്ത്രിക്കുമൊപ്പം SDPI നേതാവ് അഷാദിനെയും കാണാം. SDPI നേതാവ് അഷാദ് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ CPM പുറത്താക്കിയ അസിം വലിയ വീട്ടിൽ, വിശാൽ വധക്കേസ് പ്രതി ആഷിഖ് എന്നിവർക്ക് കേട്ടൗൺ കഫേയിൽ പങ്കാളിത്തമുള്ളതായി പാർട്ടി കണ്ടെത്തുന്നത് പിന്നീടാണ്. CPM പ്രവർത്തകരിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നതോടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് തന്നെ തന്റെ പങ്കാളിത്തം പാർട്ടിക്ക് മുന്നിൽ സ്ഥിരീകരിച്ചു. വിഷയത്തിൽ പാർട്ടി നേതൃത്വം മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നതിൽ വിമുഖത കാട്ടിയതാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് SDPI CPM പരസ്യ കച്ചവടത്തിലുണ്ടായ അവമതിപ്പും അതൃപ്തിയുമാണ് ചെങ്ങന്നൂരിലെ പാർട്ടി അംഗങ്ങളുടെ കൂട്ടരാജിയിലേക്ക് കൊണ്ടെത്തിച്ചത്. തന്റെ ആസ്തികളെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിക്ക് നൽകേണ്ട വിവരങ്ങൾ പോലും ഷീദ് മുഹമ്മദ് നൽകിയിട്ടില്ല എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് വർഗശത്രുക്കൾ എന്ന് പാർട്ടി പറയുന്ന SDPI നേതാക്കന്മാർക്കൊപ്പം ആലപ്പുഴയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് വേദി പങ്കിടേണ്ടി വന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട്ടെ ആശുപത്രികളിൽ നാളെ ഡോക്ടർമാരുടെ സമരം. ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടിരിപ്പുകാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ പണിമുടക്ക്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംഭവത്തിൽ കുന്നമംഗലം സ്വദേശികളായ സഹീർ ഫാസിൽ, മുഹമ്മദ് അലി എന്നിവർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് PK അശോകന് ഇന്നലെയാണ് മർദ്ദനമേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ കുന്നമംഗലം സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കളാണ് ആക്രമണം നടത്തിയത്. ഗർഭസ്ഥ ശിശു മരിച്ചതിനു ശേഷവും യുവതിക്ക് ചികിത്സ വൈകിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 6 പേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് IMA തീരുമാനം. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് നിസ്സഹകരണ സമരം. കാഷ്വാലിറ്റിയിലും ICUവിലും മാത്രം സേവനം തുടരും. 5 പോലീസുകാർ അവിടെ ഉണ്ട്. ഈ 5 പോലീസുകാരുടെ മുമ്പ് നിന്നാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. പോലീസുകാർ തന്നെ പറയുന്നുണ്ട് ഈ ഡോക്ടർ അവരില്ലായിരുന്നെങ്കിൽ ഡോക്ടറുടെ സ്ഥിതി വളരെ ശോചനീയമാവുമെന്ന് പോലീസുകാരനെ പറയുന്നുണ്ട്. എന്നിട്ടും ഈ പ്രതികള് റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പോലീസ് നോക്കി നിൽക്കണം. എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ കാര്യങ്ങൾ നേരിടുന്നത് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ആരോഗ്യ പ്രവർത്തകന് ഒരു സ്വന്തം ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അടി കിട്ടി, പോലീസിന്റെ മുമ്പിൽ നിന്ന് അടി കിട്ടിയ ശേഷം ഈ പോലീസിന് അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു മൊഴി അപ്പൊ ചോദിക്കുമ്പോൾ പറയുന്നത് കംപ്ലൈന്റ് വേണമെന്ന്. കംപ്ലൈന്റ് ആണോ അവിടെ അവരുടെ ദൃക്സാക്ഷികളാണോ അവിടെ? നിയമപാലകർ ദൃക്സാക്ഷികളായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഗർഭസ്ഥ ശിശു മരിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും യുവതിക്ക് പനിമാറാത്ത സാഹചര്യത്തിൽ ബന്ധുക്കൾ ആശുപത്രി അധികൃതരുമായി വാക്കേറ്റമുണ്ടായി. ഇതിനു പിന്നാലെയാണ് ഡോക്ടർക്ക് മർദ്ദനമേറ്റത്. ന്യൂസ് 18 കോഴിക്കോട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച ഉപഹാരങ്ങൾ അനധികൃതമായി വിറ്റുവെന്ന കേസിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പാളി. അറസ്റ്റ് ചെയ്യാൻ ലാഹോറിലെ വസതിയിലെത്തിയ പോലീസ് ഇമ്രാൻഖാനെ കണ്ടെത്താനാകാതെ മടങ്ങി. എന്നാൽ തൊട്ടുപിന്നാലെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ 100 കണക്കിന് പ്രവർത്തകരെ ഇമ്രാൻഖാൻ അഭിസംബോധന ചെയ്തു. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജനം നെട്ടോട്ടമോടുമ്പോഴും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അവസാനമാകുന്നില്ല. പൊതു തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇമ്രാൻഖാനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് പാക് ഭരണകൂടം. പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച ഉപഹാരങ്ങൾ അനധികൃതമായി വിറ്റെന്ന ദോഷകാല കേസിലാണ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ ഇസ്ലാമാബാദ് പോലീസ് ലാഹോറിലെ ഇമ്രാന്റെ വസതിയിലെത്തിയത്. ഇക്കാര്യമറിഞ്ഞ് 100 കണക്കിന് പാർട്ടി പ്രവർത്തകരും വസതിക്ക് മുന്നിൽ തടിച്ചുകൂടി. ഇമ്രാൻഖാൻ വീട്ടിലില്ലെന്നായിരുന്നു പാർട്ടി നേതാക്കളുടെ പ്രതികരണം.
വെറും കൈയോടെ മടങ്ങില്ലെന്ന് പറഞ്ഞ പോലീസ് വീട്ടിൽ തെരച്ചിൽ നടത്തിയ ശേഷം ഇമ്രാനെ കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുകയായിരുന്നു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ പാർട്ടി പ്രവർത്തകരെ വസതിക്ക് പുറത്ത് ഇമ്രാൻഖാൻ അഭിസംബോധന ചെയ്തു. आज जो पाकिस्तान का बदतरीन वक्त है, माशरत डूब गई है, तनख्वाहदार और गरीब पाकिस्तान की तारीख की सबसे ज्यादा महंगाई में पिस गया है. जिन लोगों ने इस मुल्क के ऊपर मुसल्लत होकर इसको तबाह किया है, उनके पैसे बाहर पड़े हुए हैं. കോടതി അലക്ഷ്യ കേസിൽ ഇസ്ലാമാബാദ് കോടതിയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിൽ യാത്രക്കാരനായ വിദ്യാർത്ഥി സഹയാത്രക്കാരന് നേരെ മൂത്രമൊഴിച്ചതായി പരാതി. ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള അമേരിക്കൻ എയർലൈൻസിലായിരുന്നു സംഭവം. മദ്യലഹരിയിൽ ഉറക്കത്തിലായിരുന്ന വിദ്യാർത്ഥി മൂത്രമൊഴിക്കുകയായിരുന്നു. ഇത് അടുത്ത സീറ്റിലുണ്ടായിരുന്ന ആളുടെ ദേഹത്ത് വീണതാണെന്നാണ് കണ്ടെത്തൽ. വിദ്യാർത്ഥി ക്ഷമാപണം നടത്തിയതിനെ തുടർന്ന് സഹയാത്രക്കാരൻ ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നില്ല. എന്നാൽ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിമാന അധികൃതർ എയർ ട്രാഫിക് കൺട്രോളറെ വിവരം അറിയിക്കുകയായിരുന്നു. മേഘാലയ നാഗാലാൻഡ് മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. മേഘാലയയിൽ കോൺറാഡ് സാങ്മയും നാഗാലാൻഡിൽ നെഫ്യൂ റിയോയുമാണ് മുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. മേഘാലയയിൽ 32 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് കോൺറാഡ് സാങ്മയുടെ അവകാശവാദം. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാകും കോൺറാഡിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ത്രിപുരയിൽ ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മൂന്നിടത്തെയും സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തുടരുന്നു 10 വാർത്ത. KSRTC സമരത്തിൽ CATUവിനെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി. നാളെ രാവിലെ 11 മണിക്കാണ് ചർച്ച. ശമ്പളം വൈകുന്നതിനും ഗഡുക്കളായി ശമ്പളം നൽകുന്നതിനുമെതിരെ അനിശ്ചിതകാല സമരത്തിലാണ് CATU. അതിനിടെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ആദ്യ ഗഡു ശമ്പളം വിതരണം ചെയ്തു. നന്ദകുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പ് മറികടന്നാണ് KSRTC മാനേജ്മെന്റ് ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യാൻ ആരംഭിച്ചത്. പകുതി ശമ്പളമാണ് ജീവനക്കാർക്ക് ആദ്യ ഗഡുവായി വിതരണം ചെയ്തത്. സർക്കാർ കഴിഞ്ഞ മാസം നൽകിയ ധനസഹായവും ഒപ്പം ബാങ്കിൽ നിന്നെടുത്ത ഓവർഡ്രാഫ്റ്റും ഉപയോഗിച്ചാണ് ശമ്പള വിതരണം നടത്തിയത്. രണ്ടാം ഗഡു നൽകണമെങ്കിൽ സർക്കാർ കനിയണമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് നിലപാട്. എന്നാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. നാളെ ഇടതനുകൂല സംഘടനയായ CATU ചീഫ് ഓഫീസ് ഉപരോധിക്കും. രാവിലെ 10 മണിക്കാണ് ഉപരോധ സമരം. എന്നാൽ പ്രത്യക്ഷ സമരം തുടരുന്ന CATUവുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച. സമരം അവസാനിപ്പിക്കണമെന്നൊരാവശ്യം മന്ത്രി മുന്നോട്ട് വയ്ക്കും. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് CATU ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. കാടിറങ്ങുന്നു വന്യത. ഇടുക്കിയിൽ വീണ്ടും പടയപ്പയുടെയും അരിക്കൊമ്പന്റെയും ആക്രമണം. മൂന്നാറിൽ KSRTC ബസിന് മുന്നിൽ പടയപ്പ ഏറെ നേരം പരിഭ്രാന്തി പരത്തി. പൂപ്പാറയിൽ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ വീട് തകർന്നു. കഴിഞ്ഞ രാത്രി 12 മണിയോടെയാണ് മൂന്നാർ നെയ്മക്കാടിന് സമീപത്ത് വച്ച് KSRTC സൂപ്പർഫാസ്റ്റിന് നേരെ പടയപ്പ പാഞ്ഞെടുത്തത്. ബസിന്റെ ഗ്ലാസ് ആന തകർത്തു. കഴിഞ്ഞ ദിവസം നെയ്മക്കാട്ടിൽ പച്ചക്കറി കൃഷിയും പടയപ്പ നശിപ്പിച്ചിരുന്നു. 2 മണിയോടെയാണ് പൂപ്പാറ തലക്കുളത്ത് അരിക്കൊമ്പന്റെ ആക്രമണമുണ്ടായത്. വീട് ഭാഗികമായി തകർത്തു. തലക്കുളം സ്വദേശി ബൊമ്മരാജിന്റെ വീടാണ് തകർന്നത്. 12:30-ക്കാണ് ആന തലക്കുളം മേഖലയിൽ വന്നിട്ട് പൊമ്മരാജന്റെ വീട് അടിച്ചു തകർത്ത് ഒരു പരുവത്തിലെത്തിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഞങ്ങള് തലക്കുളം മേഖലയിൽ ആൾക്കാർ ജീവിക്കണമെങ്കിൽ സർക്കാർ എത്രയും പിടിയുന്ന ഈ ഒറ്റയാനെ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. நேற்று நைட்டு ஒரு 1 மணி அளவில் இங்கே வந்து கதவை உடைச்சி உள்ள பொருளெல்லாம் சாப்பிட்றதுக்காக உடைச்சிருச்சு. இப்போ ஆனை இந்த பக்கத்தில் தோட்டத்துக்குள்ளதே இருக்கு. ആക്രമണം നടന്ന സമയത്ത് വീട്ടിൽ ആൾക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. നാട്ടുകാർ ബഹളം വെച്ചാണ് പ്രദേശത്ത് നിന്നും ആനയെ തുരത്തിയത്. 2 മാസത്തിനിടെ 15ലധികം വീടുകളാണ് ആനയുടെ ആക്രമണത്തിൽ ശാന്തൻപാറ, ചിന്നകനാൽ പഞ്ചായത്തുകളിലായി തകർന്നത്. 10 ദിവസത്തിലധികമായി മൂന്നാർ കടലാർ എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ട്.
ന്യൂസ് 18 ഇടുക്കി. പൊങ്കാലക്കൊരുങ്ങി ആറ്റുകാൽ. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് തലസ്ഥാനം. മറ്റന്നാളാണ് ആറ്റുകാൽ പൊങ്കാല. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊങ്കാലയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ് ക്ഷേത്രം ട്രസ്റ്റും നഗരസഭയും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന ചുടുകല്ല് ലൈഫ് മിഷൻ പദ്ധതിക്ക് ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കും. നഗരസഭ അല്ലാതെ മറ്റാരെങ്കിലും അനധികൃതമായി ചുടുകല്ല് ശേഖരിച്ചാൽ നടപടിയെടുക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു. തലസ്ഥാന നഗരിയിൽ കൂടുതൽ ശുചിമുറികൾ സജ്ജമാക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മേയർ അറിയിച്ചു. തലസ്ഥാനത്തെ പൊതു ഇടങ്ങളിൽ ശുചിമുറികളുടെ അഭാവവും ശോച്യാവസ്ഥയും ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. സുരക്ഷിതമായി പൊങ്കാല ഇടുക എന്നതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളാണ് വരുന്നത്, അവർക്ക് അത്യാവശ്യം ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കണം, ബാത്റൂമിൽ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ നടത്തിയ യോഗത്തിന്റെ അടിസ്ഥാനമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റുകാരും അതുപോലെ തന്നെ വ്യാപാര സമിതിയിലെ നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന യോഗത്തിനകത്ത് ഈ എല്ലാ കടകളും, നഗരത്തിലെ എല്ലാ കടകളും സ്ത്രീകൾക്കും അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന കുട്ടികൾക്കും അടക്കമുള്ളവർക്ക് ബാത്റൂം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഇന്ന് നേരത്തെ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കായിക വാർത്തകളിലേക്ക്. പ്രൈം വോളിബോൾ ലീഗ് കിരീടം അഹമ്മദാബാദ് നിലനിർത്തി. കൊച്ചിയിൽ നടന്ന ഫൈനലിൽ ബംഗളൂരു ടോർപിഡോസിനെ 5 സെറ്റിന്റെ പോരാട്ടത്തിലാണ് അഹമ്മദാബാദ് തോൽപ്പിച്ചത്. ആദ്യ 2 സെറ്റുകൾ 15-7 15-10 നേടിയ അഹമ്മദാബാദ് പിന്നീടുള്ള സെറ്റുകൾ 18-20, 13-15 എന്ന സ്കോറിന് നഷ്ടമാക്കി. നിർണായകമായിട്ടുള്ള അവസാന സെറ്റിൽ 15-10 ജയം. വനിതാ IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 60 റൺസിന് തകർത്ത ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഷെഫാലി വർമ്മയുടെയും മെഗ് ലെനിങ്ങിന്റെയും അർദ്ധ സെഞ്ചുറി മികവിൽ 223 റൺസ് എടുത്തു. മറുപടി ബാറ്റ് ചെയ്ത ബംഗളൂരുവിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 5 വിക്കറ്റ് വീഴ്ത്തിയ ടാറ നോറിസ് ആണ് കളിയിലെ താരം. 10ന്റെ വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി malayalam.news18.com സന്ദർശിക്കുക.